നമസ്കാരം. ചൈന എന്ന രാജ്യത്തിന്റെ അതിവേഗത്തിലുള്ള വളർച്ച അമേരിക്ക നോക്കിക്കാണുന്നുണ്ട്. ഇന്ത്യക്കും ഇക്കാര്യത്തിലേറെ ആശങ്കകളൊക്കെ ഇല്ലാതെയൊന്നുമില്ല. സത്യത്തിൽ 80കളിലും 90കളിലുമൊക്കെ ചൈന സ്വീകരിച്ചിട്ടുള്ള ആ നയമുണ്ടല്ലോ, അതേ നയം തന്നെ ചൈനയോടും അമേരിക്കയോടും സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് ഇത് എന്ന് തോന്നുന്നുണ്ട്. അതായത് ഇപ്പോൾ ചൈനയോ അമേരിക്കയോ ഒക്കെ വെല്ലുവിളിക്കാൻ പോകുന്നതിന് പകരം ചൈന ഒരു 3 പതിറ്റാണ്ട് മുമ്പ് ചെയ്ത അതേ തന്ത്രമുണ്ടല്ലോ, ആ തന്ത്രം നമ്മളിപ്പോൾ സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. എക്കണോമിക് ഗ്രോത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരെ തന്ത്രപരമായിട്ട് നയതന്ത്ര തലത്തിൽ ബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ ശ്രമിക്കേണ്ടതും. അമേരിക്കയും ചൈനയും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന മത്സരം ഒരർത്ഥത്തിൽ ഇന്ത്യക്ക് വലിയ ഭീഷണിയാണ്. ചൈന ഇന്ന് അവരുടെ പ്രധാന എതിരാളിയായി ഇന്ത്യയെ കാണുന്നില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ്. കാരണം ഇന്ത്യയുമായി ഒരു പ്രശ്നത്തിന് ഇല്ലെന്ന് തന്നെയാണ് അവരും ആഗ്രഹിക്കുന്നത്. ഒരു യുദ്ധമായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നതെങ്കിൽ അത് 2020 ശേഷം നടന്നേനെ. ഗാൽവാനിൽ ഇന്ത്യക്ക് ഉണ്ടായതിനേക്കാൾ കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടായത് ആർക്കാണ്? അത് ചൈനയ്ക്ക് തന്നെയാണ്. അത് റഷ്യയുടെയും US-ന്റെയും ഒക്കെ ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ ചൈനയ്ക്ക് ഇന്ത്യയുമായി ഒരു മുഴുവൻ സമയത്തിലേക്കുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകണമായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും അവർ അത് നേരത്തെ തന്നെ ചെയ്തേനെ. ഇതിൽ നിന്ന് തന്നെ ചൈന ഇന്ത്യയുമായി ഇപ്പോൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ അവർക്ക് ഇന്ത്യയുമായി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യയുടെ വളർച്ചയിൽ അവർക്ക് അസ്വസ്ഥതയുണ്ട്, ഒരു അസൂയയുമൊക്കെ ഉണ്ട്. അതിനൊക്കെ അവർ പറ്റും പോലെ ചില കാര്യങ്ങളൊക്കെ നമുക്കെതിരെ ചെയ്യുകയും നമ്മൾ അതിനെ തിരിച്ചു ചെയ്യുകയും ഒക്കെ ചെയ്യും. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുഴുവൻ സമയ യുദ്ധത്തിനോ മത്സരത്തിനോ ഒന്നും ചൈന ഇന്ത്യയോട് ഇല്ല എന്നത് തന്നെ. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ മിലിറ്ററി സ്ട്രെങ്ത് ചൈനീസ് മിലിറ്ററി സ്ട്രെങ്തുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചൈനയുടെ താഴെയാണ് എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവർ മത്സരിക്കുന്നത് സത്യത്തിൽ അമേരിക്കയുമായിട്ടാണ്. ഇന്ത്യയും ചൈനയും തമ്മിൽ ഈ ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ ചൈനയ്ക്കും ഇന്ത്യക്കും നാശനഷ്ടമുണ്ടാകും. അതൊരു ആത്മഹത്യാപരമായ തീരുമാനമാണെന്ന് ഇന്ത്യക്കും നന്നായിട്ട് അറിയാം. എന്തായാലും ഒരു 10 വർഷത്തേക്ക് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് യുദ്ധമുണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഈ 10 വർഷം പ്രത്യേകിച്ചും ചൈനയ്ക്ക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകൃതമായിട്ട് 100 വർഷം തികയുന്ന അവരുടെ 2049 ഇന്ത്യയെ സംബന്ധിച്ചിട്ട് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100 വർഷം തികയുന്ന 2047 വളരെ പ്രധാനമാണ്. ഈ ഒരു കാലഘട്ടം വരെ ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കുന്നത് തന്നെയായിരിക്കും സത്യത്തിൽ 2 രാജ്യങ്ങൾക്കും നല്ലത്. പക്ഷേ അമേരിക്കയുമായുള്ള ചൈനയുടെ മത്സരം ഇന്ത്യക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനം അവരുടെ വർദ്ധിച്ചു വരുന്ന ആയുധ നിർമ്മാണം തന്നെയാണ്. ഈ ക്രിസ്മസ് ദിനങ്ങളിൽ ചൈന അവരുടെ ഒരു പുതിയ എയർക്രാഫ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞു വരാനാണ് ഇതിനെക്കുറിച്ച് ഇത്ര വിശദമായി തന്നെ പറയേണ്ടി വന്നത്. എന്തായാലും ഈ എയർക്രാഫ്റ്റ് ടെസ്റ്റ് ചെയ്തതിനെ ലോകം 2 രീതിയിലാണ് കാണുന്നത്. ഒന്നാമത്തേത്, ലോകത്തിന് ഒരു സൂചന കൊടുക്കാൻ അവര് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് ഒക്കെ ടെസ്റ്റ് ചെയ്തു എന്നുള്ളത് വരുത്തി തീർക്കാനായിട്ട്. ഈ എയർക്രാഫ്റ്റ് നിർമ്മാണത്തിന്റെ പ്രാരംഭഘട്ടത്തിലായിരിക്കാം ഇത് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം, ചൈനയുടെ കയ്യിൽ 6ാം തലമുറയിൽപ്പെട്ട ഒരു എയർക്രാഫ്റ്റ് ഉണ്ടായിട്ടുണ്ടാകാം. J-36 എന്ന എയർക്രാഫ്റ്റ് ആണ് എന്നുള്ളതാണ് ഇതിന്റെ പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ. ഇന്ന് ലോകത്ത് 5ാം തലമുറ വരെയുള്ള വിമാനങ്ങളാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. US-ന്റെ കയ്യിലുള്ള F-22, F-35, ചൈനയുടെ കയ്യിലുള്ള J-20, J-35, അതുപോലെ റഷ്യയുടെ കയ്യിലുള്ള Su-57, Su-77 എന്നീ മോഡലുകളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് പുറത്തു വന്നിട്ടുള്ള ഒരു വിവരങ്ങൾ. എന്തായാലും 2025, 2026 വർഷങ്ങളിലായിരിക്കും ഇവയൊക്കെയും പുറത്തിറങ്ങാനുള്ള സാധ്യത. ഇതൊക്കെയാണ് ഇപ്പോഴുള്ള 5ാം തലമുറ യുദ്ധവിമാനങ്ങളൊക്കെ. ചൈന അമേരിക്കയ്ക്ക് മുമ്പ് തന്നെ 6ാം തലമുറ വിമാനം വികസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയ ഭീഷണി തന്നെയാണ് എന്നതിൽ സംശയമൊന്നും വേണ്ട. 5ാം തലമുറ വിമാനങ്ങൾ തന്നെ ഇന്ത്യക്ക് വലിയ ഭീഷണിയാണ്. 5ാം തലമുറ വിമാനങ്ങൾ തന്നെ റഡാറുകളെ കബളിപ്പിക്കാനും ആക്രമണങ്ങൾ നടത്താനുമൊക്കെ ശേഷിയുള്ള യുദ്ധവിമാനങ്ങളാണ്. അപ്പോൾ 6ാം തലമുറ എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അവയ്ക്ക് ചെയ്യാൻ കഴിയുമെന്ന് പ്രവചിക്കാൻ കൂടി പറ്റില്ല. അത് ചൈനയ്ക്ക് മാത്രം അറിയാൻ കഴിയുന്ന കാര്യമാണ്. ഈ ഒരു കാര്യം വരുമ്പോൾ ഇന്ത്യക്ക് സത്യത്തിൽ ഒരു ഭീഷണി ഇല്ലേ എന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണും പൂട്ടി ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല.
പക്ഷേ ഇതിന് മറുപടി എന്നോണം നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളതാണ് സത്യത്തിൽ ഇപ്പോൾ ഇന്ത്യ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ സത്യത്തിൽ ഇപ്പോൾ ഒരു ട്രാപ്പിൽ കിടക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് സ്വന്തമായിട്ട് ഒരു എഞ്ചിൻ ഇപ്പോഴും ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഡിഫൻസ് സിസ്റ്റം ഒക്കെ നമ്മൾ വളരെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത്. അതിനിടയിലാണ് ഇവരുടെ 6ാം തലമുറ യുദ്ധവിമാനം, അതായത് ഒരു എയർക്രാഫ്റ്റ് പുറത്ത് അവർ പരീക്ഷണം നടത്തുന്നത്. ചൈന അവരുടെ J-20 ഇറക്കിയത് 2016 എന്നത് ഓർക്കണം. അതായത് J-20 എന്ന് പറയുന്നത് 5ാം തലമുറ യുദ്ധവിമാനം ഇറക്കിയത് 2016 സോവിയറ്റ് യൂണിയന്റെ കാലത്ത് തന്നെ സോവിയറ്റ് യൂണിയന്റെ ലൈസൻസിൽ ചൈന പല എയർക്രാഫ്റ്റുകളും വികസിപ്പിച്ചിട്ടുണ്ട്. 2016 അവർ എയർക്രാഫ്റ്റ് വികസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു 15 വർഷം മുമ്പേ തന്നെ അതിനുള്ള പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സോവിയറ്റ് യൂണിയന്റെയും റഷ്യയുടെയും സഹായത്തോടെ ബേസിക് ആയിട്ടുള്ള ടെക്നോളജി അവർ വാങ്ങിക്കുകയും പിന്നീട് അവർ അത് ചൈനയുടെ സ്വന്തം ടെക്നോളജിയിലേക്ക് മാറ്റുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ചൈനയുടെ ഈ കാര്യത്തിലുള്ള ഒരു സക്സസ് സ്റ്റോറി. എന്തായാലും ഇതിനെ നമുക്ക് മറികടക്കണമല്ലോ. അതിന് എന്ത് ചെയ്യാൻ കഴിയും? ഇതിനെ മറികടക്കാൻ ഇന്ത്യക്കായിട്ട് ഇപ്പോൾ ഇറ്റലി വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരം. 6ാം തലമുറ യുദ്ധവിമാന വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇറ്റലി, UK, ജപ്പാൻ എന്നീ രാജ്യങ്ങളൊക്കെ. ഇവർ മൂവരും ചേർന്ന് 6ാം തലമുറ യുദ്ധവിമാന വികസന പദ്ധതിയായിട്ടുള്ള ഗ്ലോബൽ കോമ്പാറ്റ് എയർ പ്രോഗ്രാമിലേക്ക് ഇന്ത്യയെ കൂടി അവർ ക്ഷണിച്ചിരിക്കുകയാണ്. അവസരം വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിർണായക സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കാനായിട്ട് ഇന്ത്യക്ക് ഈ പദ്ധതിയിലൂടെ കഴിയും. ഈ ഓഫർ ഇന്ത്യ സ്വീകരിക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷമാണ് ഇറ്റലി, UK, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ഗ്ലോബൽ കോമ്പാറ്റ് എയർ പ്രോഗ്രാം, അതായത് അതിനെ ഷോർട്ട് ഫോം ആയിട്ട് GCAP എന്നാണ് പറയുക, ഈ പ്രോഗ്രാം പ്രഖ്യാപിച്ചത് അപ്പോഴാണ്. മുഖ്യമായിട്ടും ചൈനയുടെ ഭീഷണി ചെറുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി തന്നെയാണിത്. ശതകോടികളുടെ നിക്ഷേപം വരുന്ന യുദ്ധവിമാന വികസന പദ്ധതിയാണ് GCAP. ജപ്പാന്റെയും ഇറ്റലിയുടെയും 2 യുദ്ധവിമാന പദ്ധതി സംയോജിപ്പിച്ചിട്ടാണ് ഈ GCAP നിലവിൽ വന്നിട്ടുള്ളത്. UKയുടെ ടെപ്പസ്റ്റ്, ജപ്പാന്റെ FX എന്നീ യുദ്ധവിമാന പദ്ധതികളെ സംയോജിപ്പിച്ചിട്ടാണ് GCAP അഥവാ ഗ്ലോബൽ കോമ്പാറ്റ് എയർ പ്രോഗ്രാം കൊണ്ടുവരുന്നത്. 5ാം തലമുറ വിമാനങ്ങളെക്കാൾ സൂക്ഷ്മമായിട്ടുള്ള സ്റ്റെൽത്ത് സവിശേഷത, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡ്രോണുകളെ നിയന്ത്രിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള ശേഷി, ആശയവിനിമയത്തിന് അത്യാധുനിക സംവിധാനം, ഉയർന്ന ശേഷിയുള്ള റഡാർ, ശക്തിയേറിയിട്ടുള്ള എഞ്ചിൻ, ആവശ്യമെങ്കിൽ പെട്ടെന്ന് മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള സൗകര്യം, അങ്ങനെ നിരവധി സവിശേഷതകളാണ് ഇതിനുവേണ്ടി വികസിപ്പിക്കേണ്ടത്. എന്നാൽ പദ്ധതിക്ക് പ്രതീക്ഷിക്കുന്ന ചെലവാകട്ടെ ശതകോടികളാണ്. അത് സ്വാഭാവികമായിട്ടും ഇത്ര ബൃഹത്തായ ഒരു പദ്ധതി വരുമ്പോൾ അതിന് ശതകോടികൾ തന്നെ ചെലവാകുമല്ലോ. ഇത്രയും ചെലവ് താങ്ങാൻ 3 രാജ്യങ്ങൾക്കും സാധിക്കാതെ വന്നതോടുകൂടിയാണ് അവർ കൂടുതൽ പങ്കാളികളെ ഇതിലേക്ക് തേടാൻ തയ്യാറാകുന്നത്. അങ്ങനെയാണ് ഇന്ത്യക്കും സൗദി അറേബ്യയ്ക്കും ഇക്കാര്യത്തിൽ കൂടുതൽ മുൻഗണന നൽകിയിരിക്കുന്നതും. ശതകോടി ഡോളറുകളുടെ പദ്ധതി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ സാമ്പത്തിക ചെലവ് പരിഗണിച്ച് UK ഇതിൽ നിന്ന് പിന്മാറിയേക്കുമെന്ന സാധ്യത വന്നപ്പോഴാണ് അത്രയും മറ്റ് പങ്കാളികളെ കൂടി ഉൾപ്പെടുത്താനുള്ള നീക്കം തുടങ്ങിയത്. 2022 അതിന്റെ ആലോചനകൾ തുടങ്ങിയത്. എന്നാൽ ചൈന അതിവേഗം തന്നെ 6ാം തലമുറ യുദ്ധവിമാനം എന്ന ലക്ഷ്യത്തിലേക്ക് അടുത്തതോടെ GCAP പദ്ധതി വേഗത്തിൽ നടപ്പിലാക്കാൻ ഈ 3 രാജ്യങ്ങളും അങ്ങ് തീരുമാനിച്ചു. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന G20 ഉച്ചകോടിയിലാണ് 3 രാജ്യങ്ങളും 6ാം തലമുറ യുദ്ധവിമാനങ്ങൾക്കായിട്ട് കൈകോർക്കാൻ തീരുമാനിക്കുന്നത്. 2025 പദ്ധതി അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങാനായിരുന്നു നീക്കം. എന്നാൽ സാമ്പത്തിക ബാധ്യത വെല്ലുവിളിയായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. ജപ്പാനിലെ മിത്സുബുഷി ഹെവി ഇൻഡസ്ട്രീസ്, ഇറ്റലിയുടെ ലിയനാർഡോ, UKയിലെ BAE സിസ്റ്റംസ് എന്നിവയാണ് നിലവിലെ ഘട്ടത്തിൽ GCAPുമായി സഹകരിക്കുന്നത്. യൂറോഫൈറ്റർ യുദ്ധവിമാനം വികസിപ്പിച്ചത് ഇതുപോലെയുള്ള ഒരു സഹകരണത്തിലായിരുന്നു. ഈ മാതൃകയാണ് GCAPലും പരീക്ഷിക്കുന്നത്. നേരത്തെ പദ്ധതിയിൽ പങ്കാളികളാകാൻ സ്വീഡൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് സാമ്പത്തിക ചെലവ് കണക്കിലെടുത്ത് 2023 അതിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത്. പിന്നാലെ 2023 തന്നെ സൗദി അറേബ്യ പദ്ധതിയുടെ ഭാഗമാകുമെന്ന് UK പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അവകാശവാദം അവർ തന്നെ പിൻവലിക്കുകയും ചെയ്തു. സൗദി ഭാഗമാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പിന്നീട് തീരുമാനങ്ങളൊന്നും വരാതെ നിന്നതും സാമ്പത്തിക ബാധ്യതയും കണക്കിലെടുത്ത് പദ്ധതി തന്നെ ഒരുപക്ഷെ ഉപേക്ഷിച്ചേക്കാമെന്ന ഘട്ടത്തിലാണ് ഇന്ത്യയുടെ പേര് ഉയർന്നു കേൾക്കുന്നത്.
വിമാനത്തിന്റെ വികസനത്തിന് ശേഷം അത് സ്വന്തമായി നിർമ്മിക്കാനുള്ള അവകാശവും വേണമെന്നാണ് സൗദി ആവശ്യപ്പെട്ടത്. ഇക്കാര്യത്തിൽ തട്ടിത്തടഞ്ഞിട്ടാണ് നിലവിലെ ആ പോക്കുള്ളത്. സൗദിക്ക് പിന്നാലെ ജർമ്മനിയെയും പരിഗണിച്ചിരുന്നു. ആ സമയത്ത് ഫ്രാൻസുമായി ചേർന്നുള്ള 6ാം തലമുറ യുദ്ധവിമാന പദ്ധതിയിൽ ജർമ്മനി ഭാഗമായിരുന്നു. എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പിന്നാലെ ജർമ്മനി അതിൽ നിന്നങ്ങ് പിന്മാറി. ഈ സാഹചര്യത്തിൽ അവരെ GCAP പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാലോ എന്ന് മറ്റ് 3 രാജ്യങ്ങൾ ആലോചിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഫ്രാൻസിനോട് സഹകരിക്കാൻ ജർമ്മനി തയ്യാറായതോടുകൂടി ആ വഴിയും അങ്ങ് ഇല്ലാതെയായി. ടെംപെസ്റ്റ് എന്ന പേരിൽ 6ാം തലമുറ യുദ്ധവിമാന വികസനത്തിന് UK മുന്നിട്ടിറങ്ങിയ സമയത്ത് അതിലേക്ക് ഇന്ത്യയെ പങ്കാളിയായി അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്ന് ഇന്ത്യ അതിനോട് അനുകൂലമായി ഒന്നും പ്രതികരിച്ചില്ല. ഇപ്പോൾ അതുപേക്ഷിച്ച് ജപ്പാനും ഇറ്റലിയുമായി ചേർന്ന് മറ്റൊരു പദ്ധതി തുടങ്ങിയ സമയത്ത് ഇന്ത്യയെ വീണ്ടും ഉൾപ്പെടുത്താനാണ് ഈ 3 രാജ്യങ്ങളും ശ്രമിക്കുന്നത്. 2035 6ാം തലമുറ യുദ്ധവിമാനം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് GCAP പദ്ധതി. ഭീമമായിട്ടുള്ള സാമ്പത്തിക ചെലവ് തന്നെയാണ് ഈ പദ്ധതിയെ കാത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയെ പോലെ ഇത്തരം സാങ്കേതിക വിദ്യ ആവശ്യമുള്ള രാജ്യങ്ങളുടെ പിന്തുണ തേടാൻ ശ്രമം നടത്തിയത്. ചെലവ് പങ്കിടാനും സാങ്കേതിക വിദ്യ പങ്കിടാനും ഒക്കെ ഇതുവഴിയൊരുക്കുകയും ചെയ്യും. ഇന്ത്യയെ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് ഇറ്റലി മറ്റ് സഹരാജ്യങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇന്ത്യയുടെ പ്രതികരണം എങ്ങനെ ആയിരിക്കും എന്നതാണ് നിർണായകം. പ്രത്യേകിച്ച് ചൈനീസ് ഭീഷണി നേരിടാൻ തക്ക സാങ്കേതിക ബലം ഇന്ത്യക്ക് കൈവരിക്കാനായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മേഖലയിലെ ശാക്തിക സന്തുലനം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള യുദ്ധവിമാനങ്ങളുടെ കുറവ് നേരിടുന്നതും തദ്ദേശീയ പദ്ധതിയായിട്ടുള്ള അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പദ്ധതി ഇഴഞ്ഞു നീങ്ങുന്നതുമൊക്കെ ഇന്ത്യക്ക് സത്യത്തിൽ ഇപ്പോൾ വെല്ലുവിളിയാണ്. GCAPലെ 3 രാജ്യങ്ങളുമായിട്ടും മികച്ച ബന്ധം നിലനിർത്തുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ എന്നതും നമ്മൾ ഓർക്കണം. തദ്ദേശീയമായ പദ്ധതി ഇഴഞ്ഞു നീങ്ങുമ്പോൾ ഇന്ത്യക്ക് ഒരേ സമയം അവസരവും വെല്ലുവിളിയും ഉയർത്തുന്നതാണ് സത്യത്തിൽ ഗ്ലോബൽ കോമ്പാക്ട് എയർ പ്രോഗ്രാം. പദ്ധതിയുടെ ആകെ ചെലവ് എത്രയാണെന്ന് ഇതുവരെ കണക്ക് കൂട്ടിയിട്ടില്ല. എന്തായാലും അത് ശതകോടികൾ കഴിയുമെന്ന് ഉറപ്പുമാണ്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം തുറന്നു നൽകിയിരിക്കുന്നത് അവസരങ്ങളുടെ ഒരു വലിയ ലോകമാണ്. അത് മുതലാക്കാനുള്ള സാഹചര്യത്തിലാണോ നമ്മൾ എന്നുള്ളതും ഒരു സുപ്രധാന ചോദ്യം തന്നെയാണ്. മുമ്പ് പറഞ്ഞതുപോലെ ഇന്ത്യ തദ്ദേശീയമായിട്ട് 5ാം തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കുകയാണ്. AMCA എന്ന പദ്ധതി പക്ഷെ ഇപ്പോഴും പ്രായോഗിക തലത്തിലേക്ക് ഉയർന്നിട്ടുമില്ല. 2030 ഇത് യാഥാർത്ഥ്യമാക്കാനാണ് ഇന്ത്യയുടെ പരിശ്രമം. പക്ഷെ അപ്പോഴേക്കും ആഗോള യുദ്ധ സാഹചര്യങ്ങൾ മാറുകയും സാങ്കേതിക വിദ്യകൾ കാലഹരണപ്പെടുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ GCAP പദ്ധതിയിൽ ഇന്ത്യ ചേരുന്നത് എന്തുകൊണ്ടും മികച്ച തീരുമാനമായി മാറുമെന്നാണ് കരുതേണ്ടത്. 6ാം തലമുറ യുദ്ധവിമാന സാങ്കേതിക വിദ്യയിൽ ഇന്ത്യക്ക് കൂടുതൽ നിരീക്ഷണത്തിനും അവ സ്വന്തമായി വികസിപ്പിക്കാനുമുള്ള അറിവുകൾ സ്വായത്തമാക്കാൻ അവസരം ഇതിലൂടെ ഇന്ത്യക്ക് കൈവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഇന്ത്യയുടെ സ്വന്തം AMCA പദ്ധതിയിൽ 5ാം തലമുറയും കടന്ന് 5.5 തലമുറ യുദ്ധവിമാനമാകണമെന്നതാണ് വ്യോമസേന ആഗ്രഹിക്കുന്നത്. GCAP പദ്ധതിയിൽ പങ്കാളിയായാൽ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയിൽ ഇന്ത്യൻ വിമാനത്തിന് 6ാം തലമുറയ്ക്ക് തുല്യമായ സംവിധാനം ഒരുക്കാനുള്ള വഴിയുണ്ടാകും. ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തിന് ഇതിലൂടെ ലഭിക്കുന്നത് വലിയ മുന്നേറ്റം തന്നെയാകും. ലോകത്ത് തന്നെ മികച്ച യുദ്ധവിമാനങ്ങൾ വികസിപ്പിച്ച കമ്പനികളുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള അവസരം ഇന്ത്യയിലെ തദ്ദേശീയ പ്രതിരോധ ഗവേഷണത്തെയും ശക്തിപ്പെടുത്തും. നിലവിൽ സ്വയം അറിവുകൾ ആർജിച്ചെടുക്കാനുള്ള സമയം ലാഭിക്കാം എന്നുള്ളതും വളരെ പെട്ടെന്ന് 6ാം തലമുറ യുദ്ധവിമാനം സ്വന്തമാക്കാം എന്നതും ഇതിന്റെ പ്രയോജനങ്ങളിൽ ഒന്നാണ്. മാത്രമല്ല അടുത്ത തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കാനും സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനും ഒക്കെ ഈ സഹകരണം ഇന്ത്യക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. സ്വന്തമായി യുദ്ധവിമാനം വികസിപ്പിക്കാൻ എടുക്കുന്ന സമയം ലാഭിക്കുകയും ചെയ്യാം. അതിസങ്കീർണമായ സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടി വരുന്ന പണം പങ്കിട്ട് ബാധ്യത കുറക്കാം എന്നതുമൊക്കെ ഇതിന്റെ ഗുണങ്ങളായി തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും അവസരങ്ങളൊക്കെ ഉണ്ടെങ്കിലും കാത്തിരിക്കുന്ന വെല്ലുവിളികൾ ചെറുതുമല്ല. നന്ദി.